ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ മൈക്രോവേവിൽ ഒരു കേക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓവനിൽ മാത്രമല്ല കേട്ടോ, നമുക്കിത് സ്റ്റൗവിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ പുഡിങ്ങിൻ്റെ മുകളിൽ ഞാൻ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് അലങ്കരിക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാവുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. മൈദ 1 കപ്പ്, പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പ്, മുട്ട 2, പാൽ 1/2 കപ്പ്, എണ്ണ 1/2 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, വനില എസൻസ് 1 ടീസ്പൂൺ, ചോക്ലേറ്റ് 100 ഗ്രാം, ഫ്രഷ് ക്രീം 70 മില്ലി. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനാദ്യം നമുക്ക് ബേക്കിംഗ് പൗഡറും മൈദയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനൊരു ബൗളിലേക്ക് ആദ്യം പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കാം. ഇതും ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. ബട്ടർ ഉപയോഗിക്കുമ്പോൾ അതൊന്ന് ഉരുക്കി എടുത്തിട്ട് വേണം ചേർക്കാൻ. ഇപ്പോൾ എണ്ണയും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതും ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മൈദയും ബേക്കിംഗ് പൗഡറും മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് നമുക്ക് കുറേശ്ശെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് മൈദ മുഴുവനും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാലും എല്ലാം ചേർത്ത് ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗളിൽ അല്പം വെണ്ണ തടവിയിട്ട് മൈദ ഒന്ന് തൂകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബാറ്റർ നമുക്കിതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നമുക്ക് മൈക്രോവേവ് ഓവനിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഓവൻ ആദ്യമേ ചൂടാക്കിയിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിത് 100 ഡിഗ്രി ടെമ്പറേച്ചറിൽ 7 മിനിറ്റ് സമയം കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ കേക്ക് പുഡിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്കൊന്ന് കമിഴ്ത്തി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 വിധത്തിലുള്ള ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ടൈപ്പ് എടുത്താലും മതിയാവും കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് അതിനൊരൽപ്പം കയ്പുണ്ടാവും. അതിനുവേണ്ടിയാണ് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് കൂടി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ഫ്രഷ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഗനാഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കുകയാണ്. സ്റ്റൗവിൽ തീ വളരെ കുറച്ചിട്ടിട്ട് വേണം ഇത് ചൂടാക്കാൻ. ഇത് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇറക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്കിപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ക്രീം ചൂടോടെ തന്നെ ചോക്ലേറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചോക്ലേറ്റും ക്രീമും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കണ്ടില്ലേ, നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഉടനെ തന്നെ ചോക്ലേറ്റ് ഉപയോഗിക്കരുത്. അത് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ചൂടിലേക്ക് വന്നതിന് ശേഷമേ അത് ഉപയോഗിക്കാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വേഗം മെൽറ്റായിട്ട് കിട്ടുകയില്ല കേട്ടോ. ഞാനിവിടെ കുറച്ച് സിൽവർ ഷുഗർ ബോൾസ് എടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടൊന്ന് അലങ്കരിച്ച് കൊടുക്കാം. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. 15 മിനിറ്റ് മതിയാകും കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് ശരിയാക്കി എടുക്കാനേ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കേക്ക് പുഡിങ്ങാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ വനില കേക്ക് പുഡിംഗ് വിത്ത് ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.